നമസ്കാരം. ഗ്രൂപ്പ്, ടീം, നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണല്ലേ ഇത്. പലപ്പോഴും ഒരേ അർത്ഥത്തിലായിരിക്കും നമ്മളിത് പറയാറ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുന്നതിലാണ് യഥാർത്ഥ സഹകരണത്തിന്റെയും വിജയത്തിന്റെയും രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്കൊന്ന് കടന്നു ചെല്ലാം. നിങ്ങൾക്കെപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു ടീം മീറ്റിംഗിലിരിക്കുമ്പോൾ ചുറ്റുമിരിക്കുന്നവരെല്ലാം അപരിചിതരെ പോലെ. നമ്മളെല്ലാവരും ഒരേ പ്രോജക്റ്റിലാണ്, പക്ഷേ ആർക്കും തമ്മിലൊരു ബന്ധമില്ല. പേരിനൊരു ടീം, പക്ഷേ പ്രവൃത്തിയിൽ വെറുമൊരാൾക്കൂട്ടം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് നമ്മുടെ ജോലിയെയും വിജയത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതെ, സംഭവം വെറുമൊരു പേരിലല്ല. ഒരു യഥാർത്ഥ സഹകരണം കെട്ടിപ്പടുക്കാനും വിജയിക്കാനും ഗ്രൂപ്പും ടീമും തമ്മിലുള്ള ഈ വ്യത്യാസം നമ്മൾ അറിഞ്ഞേ പറ്റൂ. ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഒരു ഗ്രൂപ്പ്? സിമ്പിളായി പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ആളുകൾ. അവർക്ക് പൊതുവായൊരു ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടി അവർ സംസാരിക്കുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇതാണ് ഒരു ഗ്രൂപ്പ്. ശ്രദ്ധിച്ചോ, ഇതൊരു വളരെ വിശാലമായ നിർവചനമാണ്. ഇനി ഗ്രൂപ്പുകളെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്. നമ്മുടെ ചങ്ങാതിക്കൂട്ടമില്ലേ, അതുതന്നെ. പ്രത്യേകിച്ച് ആരും ഉണ്ടാക്കുന്നതല്ല, സ്വാഭാവികമായി അങ്ങ് രൂപപ്പെടുന്നതാണ്. മറ്റൊന്ന് ടാസ്ക് ഗ്രൂപ്പാണ്. അതായത് ഒരു കമ്പനിയിലെ മാനേജ്മെന്റ് ഒരു പ്രത്യേക ജോലി തീർക്കാൻ വേണ്ടി കുറച്ചുപേരെ തിരഞ്ഞെടുത്ത് ഒരു ഗ്രൂപ്പാക്കുന്നു. ഒരു ഗ്രൂപ്പിന്റെ ശക്തിക്ക് ഇതിലും വലിയൊരു ഉദാഹരണം വേറെയുണ്ടോ? നമ്മുടെ രാജ്യത്ത് എത്രയെത്ര ഭാഷകളും സംസ്കാരങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. പക്ഷേ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്ന ഒരൊറ്റ ചിന്ത, ആ ഒരു പൊതുവായ ഐഡന്റിറ്റി നമ്മളെയെല്ലാം ഒരുമിച്ചു നിർത്തുന്നു. ഇതാണ് ഒരു ഗ്രൂപ്പിന്റെ അടിസ്ഥാനപരമായ ശക്തി. അപ്പോൾ ഗ്രൂപ്പുകൾക്ക് അതിൻ്റേതായ ശക്തിയുണ്ട്, ശരി തന്നെ. പക്ഷേ അതിനും അപ്പുറം ഒരു തലമുണ്ട്. വെറുമൊരു ഗ്രൂപ്പ് എങ്ങനെയാണ് അതിനേക്കാൾ ശക്തമായ ഒരു ടീമായി മാറുന്നത്? അതാണ് അടുത്ത ചോദ്യം. ഈ നിർവചനത്തിലെ രണ്ട് വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, പരസ്പരം ആശ്രയിക്കുക. രണ്ട്, ഉത്തരവാദിത്വം പങ്കുവയ്ക്കുക. ഗ്രൂപ്പിൽ നിന്ന് ടീമിനെ വേർതിരിക്കുന്ന മാന്ത്രിക ഘടകങ്ങൾ ഇവയാണ്. കളിയെ മാറ്റിമറിക്കുന്നത് ഈ രണ്ട് ആശയങ്ങളാണ്. ഒരു ടീം എന്ന് പറയുന്നത് വെറുതെ കുറേ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നതല്ല. അതൊരു ക്രിക്കറ്റ് ടീം പോലെയാണ്. ഒരു നല്ല ബാറ്റ്സ്മാൻ, ഒരു കിടിലൻ ബൗളർ, ഒരു വിശ്വസ്തനായ വിക്കറ്റ് കീപ്പർ. ഇങ്ങനെ ഓരോരുത്തരുടെയും കഴിവുകൾ പരസ്പരം ചേരുമ്പോഴാണ്, മറ്റൊരാളുടെ കുറവ് നികത്തുമ്പോഴാണ് ഒരു ടീം വിജയിക്കുന്നത്. ടീമുകൾക്കും പല വെറൈറ്റികളുണ്ട്. ഒരേ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ സ്ഥിരമായി ഒരുമിച്ച് ജോലി ചെയ്യുന്നത് ഒരു ഫങ്ഷണൽ ടീമാണ്. എന്നാൽ മാർക്കറ്റിംഗ്, സെയിൽസ്, ഡിസൈൻ ടീമുകളിൽ നിന്നൊക്കെ ഓരോരുത്തർ ചേർന്നൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതൊരു ക്രോസ് ഫങ്ഷണൽ ടീമായി. ഓരോന്നിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളും ശക്തിയുമുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരൊറ്റ കാര്യം, ആ ഒരു മാന്ത്രിക ഘടകം ഒരു ഗ്രൂപ്പിനെ ടീമിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാക്കുന്നത്? ഇതാണ് ആ തിരിച്ചറിവ്. ഒരു ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും അവരവരുടെ ജോലിയോട് മാത്രമാണ് ഉത്തരവാദിത്തം. എന്റെ ജോലി ഞാൻ തീർത്തു, കഴിഞ്ഞു. എന്നാൽ ഒരു ടീമിലോ ഉത്തരവാദിത്തം പരസ്പരമാണ്. ടീം ജയിച്ചാൽ നമ്മളെല്ലാവരും ജയിച്ചു, തോറ്റാൽ നമ്മളെല്ലാവരും തോറ്റു. അതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിൽ 1+1 2 ഒരു ടീമിൽ 1+1 3 അതിലധികമാകുന്നത്. ഈ അധികമായി കിട്ടുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ സിനർജി എന്ന് വിളിക്കുന്നത്. ഈ ഉദ്ധരണി പറയുന്നത് അതുതന്നെയാണ്. ഓരോ വ്യക്തിയും ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ മികച്ച റിസൾട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു ടീമിനുണ്ടാക്കാൻ കഴിയും. വ്യത്യസ്ത കഴിവുകളും ചിന്തകളും എല്ലാം കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്ന ഒരുതരം മാജിക്കാണിത്. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. തിയറിയൊക്കെ കൊള്ളാം. പക്ഷെ എങ്ങനെയാണ് നമ്മളിത് പ്രായോഗികമാക്കുക? എങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഗ്രൂപ്പുകളെ യഥാർത്ഥ ഫലപ്രദമായ ടീമുകളാക്കി മാറ്റിയെടുക്കാം? നമ്മളതിനെ ഗ്രൂപ്പെന്ന് വിളിച്ചാലും ടീമെന്ന് വിളിച്ചാലും അതല്ല പ്രധാനം. പ്രധാനം ഇതാണ്: ആ യൂണിറ്റ് ഫലപ്രദമാണോ? വിജയിക്കുന്ന ഏതൊരു യൂണിറ്റിനും, അത് ഗ്രൂപ്പായാലും ടീമായാലും, ചില പൊതുവായ സ്വഭാവങ്ങളുണ്ടാകും. നമുക്ക് അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റ്. നമുക്ക് സ്വയം ചോദിക്കാം. ഒന്നാമത്, നമ്മൾ എന്തിനാണിത് ചെയ്യുന്നതെന്ന് ടീമിലെ എല്ലാവർക്കും വ്യക്തമായ ധാരണയുണ്ടോ? മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ആശയവിനിമയം. ആർക്ക് വേണമെങ്കിലും എന്തും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ടീമിലുണ്ടോ? ഇനി അഞ്ചാമത്തേത്, അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മളത് ആരോഗ്യകരമായി പരിഹരിക്കാറുണ്ടോ അതോ വഴക്കിട്ട് പിരിയാറുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ നിങ്ങളൊരു മികച്ച ടീമായി മാറാനുള്ള ശരിയായ പാതയിലാണ്. ഇതാണ് ഒരുപക്ഷെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഒരു ടീമിൽ വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ എത്രയോ വലുതാണ് കൂട്ടായ വിജയം. ഒരാൾ മാത്രം ഗോളടിച്ചിട്ട് കാര്യമില്ല, കളി ജയിക്കണം. ആ പങ്കുവെച്ച ലക്ഷ്യം എല്ലാവരും കൂടി ഒരുമിച്ച് നേടിയെടുക്കുമ്പോഴാണ് യഥാർത്ഥ വിജയമുണ്ടാകുന്നത്. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കണം. നിങ്ങളുടെ ജോലിസ്ഥലത്ത്, നിങ്ങളുടെ പ്രോജക്റ്റുകളിൽ,
നിങ്ങൾ വെറുമൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണോ അതോ ഒരുമിച്ച് നിന്ന് ഒരു ടീമിനെ കെട്ടിപ്പൊടുക്കുകയാണോ? ഈ വ്യത്യാസം തിരിച്ചറിയുന്നിടത്താണ് വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് തുടർന്നും ചിന്തിക്കുമെന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത തവണ കാണാം. നന്ദി.